പരാതി ഇൻകം ടാക്സിന് കൊടുക്കണോ അതോ മിനിസ്ട്രിക്ക് കൊടുക്കണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കണം. കാരണം അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് പൊസിഷനിൽ ഇരുന്ന ആളാണ്. ധനകാര്യ മന്ത്രാലയത്തിനാണ് പരാതി നൽകേണ്ടത്. അത് ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കുക. എന്താണെങ്കിലും പരാതി നൽകും. ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട്. ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന, അല്ലെങ്കിൽ CBI കോർട്ട് കുറ്റവിമുക്തനാക്കിയെന്ന് അഭിമാനത്തോടു പറയുന്ന മുഖ്യമന്ത്രിയുടെ എങ്ങനെ കുറ്റമുക്തനായി എന്നുള്ളതിനുള്ള ഒരു ചൂണ്ടുപലകയാണ് ഇതുപോലെ ഒരു ഡോക്യുമെൻ്റ്. അങ്ങനെ എത്രയോ സ്വാധീനങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടാകും. കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്നു. ഇത് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് 2008 അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇവർ ഈ പിണറായി വിജയൻ്റെ 2016 മന്ത്രിസഭാ കാലഘട്ടത്തിലാണ്. എനിക്ക് ഡേറ്റ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴുണ്ട്, അത് കാര്യം സംശയമില്ല. സ്റ്റിൽ ഇന്ന് രാവിലത്തെ ഡാറ്റയാണ് നിങ്ങളുടെ ഈ തന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇന്ന് രാവിലത്തെ ഡാറ്റ 4ാമത്തെ ആളാണ്. P. ശശി കഴിഞ്ഞാൽ അടുത്ത ആൾ. അപ്പം എത്രമാത്രം ഗൗരവമുള്ള പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് എന്നറിയാമല്ലോ. മുൻ ചീഫ് സെക്രട്ടറിയുടെ സഹോദരൻ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നത്. അല്ല, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ വിവരത്തെ എൻ്റെ കയ്യിൽ വന്നൊരു വിവരം നിങ്ങളെ ധരിപ്പിച്ചു. സ്വാഭാവികമായും എനിക്കിതുണ്ടായ സംശയം നിങ്ങൾക്കും തോന്നില്ലേ? അത്രേ ഉള്ളൂ. അതൊരു സംശയം മാത്രമാണ്, ഒരു ആരോപണം മാത്രം. പക്ഷേ ഇത്തരത്തിൽ ഇത്രയും പ്രമാദകരമായ ഒരു കേസിൽ മുഖ്യമന്ത്രിയെ ക്ലീൻ ചിറ്റ് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരിക എന്ന് പറയുന്നത് പൂക്കൃത്തരമല്ലാതെ മറ്റൊന്നുമല്ല. അതൊന്നും ഒരിക്കലും ഇതൊരു കൊള്ളസങ്കേതമായി മാറുകയില്ലേ? ഞാനിപ്പോഴും പറയുന്നത്, എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എവിടെ പോകുമ്പോഴും ഞാൻ പറയാമല്ലോ, ഇപ്പോഴും ഒരു മഞ്ഞുമലയുടെ ഒരറ്റത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. ഇതൊരു വലിയ കൊള്ളസങ്കേതമാണ്, അതിനൊരു സംശയമില്ല. അതും ഇത്ര ഓപ്പണായിട്ട് അദ്ദേഹത്തെ സ്റ്റാഫിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡോക്യുമെൻ്റ് കോടതിക്കകത്ത് മാത്രമുള്ളൊരു ഡോക്യുമെൻ്റാണിത്. ഇത് പുറത്തു വരില്ല എന്ന ഉത്തമ വിശ്വാസമാണ് ഇവിടെ എത്തിച്ചത്. ഒരു എക്സിബിറ്റിൽ വന്നേക്കുന്ന ഒരു ഡോക്യുമെൻറ്റിൽ ഏതോ ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ കൊടുത്ത ഒരു മൊഴി, ആ മൊഴിയിൽ അനുസരിച്ച് ഒരുപക്ഷെ ഈ പരാതിക്കാരനായ ക്രൈം നന്ദകുമാറിന് പോലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിഞ്ഞൂടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കേസ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് അതിൻ്റെ പല ഡോക്യുമെൻസിൻ്റെ അവസ്ഥ. അതിന് BJP പ്രതിയല്ലല്ലോ. ആ SLC ലെവലിലെ എൻക്വയറിയിലെ പല ഡോക്യുമെൻസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെ ആ കേസ് തെളിയും? ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ആ കേസിലുണ്ടായിട്ടുള്ള ഇടപെടലുകൾ. അതിന് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. ഇതിനൊക്കെയുള്ള സെറ്റിൽമെൻറ്റുകൾ എവിടുന്നൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലും രീതിയിൽ സ്വാധീനത്തിന് അടിമപ്പെടുന്ന ആളാണെങ്കിൽ ഞാനിപ്പോൾ കേസ് പിൻവലിച്ചുകൊണ്ട് പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല. അതിനൊക്കെ അപ്പുറത്ത് ഏത് വിധേനയും ഏത് തലത്തിലും ഇതിനെ അട്ടിമറിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. ഏക്കാത്തതുകൊണ്ടാണ്. ഒരാളാണ്, അതിന് സംശയമില്ല. ഒരാളാണ്. അത് ഞാൻ ഇൻകം ടാക്സിൽ നിന്ന് തന്നെ ഞാൻ കൺഫേം ചെയ്തു ഇയാളാണെന്നുള്ള. കാരണം അല്ലെങ്കിൽ ഞാനിത് പറയുന്നൊരു 100 സത്യം പറഞ്ഞിട്ട് ഒരു കള്ളം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവമുണ്ട്. ആ ഒറ്റ കള്ളത്തെ കയറി പിടിക്കും. ബാക്കി ഞാൻ പറഞ്ഞ 99 തെറ്റാന്ന് പറയും. അതുകൊണ്ട് കൺഫേം ചെയ്യാതെ ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും അത് അദ്ദേഹം തന്നെയാണ്. ആണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ? അല്ലേ? ആളത് തന്നെയല്ലേ? അറിയാം. ഇവിടെ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെയൊരു സാധനം അറിയത്തില്ലായിരുന്നുള്ളൂ. ഇദ്ദേഹം ആർമോഹനും അദ്ദേഹം IRS ഓഫീസറായിരുന്നു. എനിക്കൊന്ന് പഴയ ചീഫ് സെക്രട്ടറിയുടെ സഹോദരനും കൂടെയാണ് അദ്ദേഹം അവിടെ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ഓഫീസിൽ അദ്ദേഹം ഉണ്ടെന്നും പഴയ IRS ഉദ്യോഗസ്ഥനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹം ഇങ്ങനൊരു ഫേവർ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായെന്നുള്ളത് ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്കും ബോധ്യപ്പെട്ടു.